ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട്. PSC പരീക്ഷാ ക്രമക്കേടിൽ SIT അന്വേഷണം തുടങ്ങി. ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷയിലെ ഉദ്യോഗാർത്ഥിയുടെ മൊഴി രേഖപ്പെടുത്തി. KS പരീക്ഷയിലെ ഉദ്യോഗാർത്ഥികളുടെ മൊഴിയും SIT രേഖപ്പെടുത്തും. ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഈ മാസം 25-ന് പ്രാഥമിക റിപ്പോർട്ട് നൽകാനാണ് തീരുമാനം. റോഷിപ്പാലാണ് ചേരുന്നത്. റോഷിപ്പാൽ, വിശദാംശങ്ങൾ എന്താണ്? ഏത് രീതിയിലാണ് അന്വേഷണം നടക്കാൻ പോകുന്നത്? വിനിത, PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം സജീവമാക്കുകയാണ്. ക്രൈംബ്രാഞ്ച് ഇന്ന് PSC ഉദ്യോഗാർത്ഥിയുടെ മൊഴി രേഖപ്പെടുത്തി. അത് ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ ഉദ്യോഗാർത്ഥിയുടെ മൊഴി തന്നെയാണ് രേഖപ്പെടുത്തിയത്. അതിൽ ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികയിലേക്ക് പരീക്ഷ പൂർത്തിയായപ്പോൾ അതിൽ 10 ഉത്തരങ്ങൾ പരിശോധിച്ചില്ല എന്ന് പരാതി ഉയർത്തിയ ഉദ്യോഗാർത്ഥികൾ ഒരാളുടെ മൊഴിയാണ് അല്പം മുമ്പ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രേഖപ്പെടുത്തി കഴിഞ്ഞത്. ഇനി കൂടുതൽ PSC ഉദ്യോഗാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തും. അത് ചീഫ് തസ്തികയിലേക്ക് പരീക്ഷ എഴുതിയ മറ്റ് ഇടങ്ങളിൽ പരാതി നൽകിയവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തുന്നുണ്ട്. അതിനൊപ്പം KS പരീക്ഷയിലെ ഉദ്യോഗാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തും. അങ്ങനെ ആദ്യഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ പരീക്ഷ നടന്ന ക്രമക്കേട് നടന്നുവെന്ന് പരാതി ഉയർന്നതിൽ മാത്രമാണ് അന്വേഷണം ഉണ്ടാകുക. 25-നകം തന്നെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. അത് പോലീസ് മേധാവിക്ക് ലഭിച്ചാൽ ആ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയായിരിക്കും FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകണോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ഏതായാലും ഇന്ന് ചേർന്ന PSC യോഗം അന്വേഷണത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, അത് നിയമാനുസൃതമായി തന്നെ ഏതെങ്കിലും രേഖകൾ ആവശ്യപ്പെട്ടാൽ അത് നൽകാൻ തയ്യാറാണെന്ന് കൂടി വാർത്താക്കുറിപ്പിൽ PSC അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അന്വേഷണം അതിവേഗത്തിൽ പൂർത്തിയാക്കുക എന്ന തീരുമാനമാണ് സർക്കാരിന്. അങ്ങനെയുള്ള നിർദ്ദേശം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംസ്ഥാന പോലീസ് മേധാവി റവണ ചന്ദ്രശേഖർ നൽകിയിട്ടുമുണ്ട്. ശരി, റോഷിപ്പാൽ വിശദാംശങ്ങൾ നൽകിയെന്ന്. ഏതായാലും ഉദ്യോഗാർത്ഥിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കേണ്ടത്.